നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ദുബായിൽ പാർക്കിംഗ് സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ദുബായ് പാർക്കിംഗ് 9 വ്യത്യസ്ത സബ്സ്ക്രിപ്ഷൻ പാക്കേജുകൾ അവതരിപ്പിച്ചു. 1 മാസം മുതൽ 1 വർഷം വരെ കാലാവധിയുള്ള ഈ പാക്കേജുകൾ പതിവ് യാത്രക്കാർക്കും താമസക്കാർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനകരമാണ്. വിദ്യാർത്ഥികൾക്ക് 80% വരെ കിഴിവ് ലഭിക്കും. ഖത്തർ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് വാഹന രജിസ്ട്രേഷൻ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകി. നിശ്ചിത സമയപരിധിക്കുള്ളിൽ രജിസ്ട്രേഷൻ പുതുക്കാത്ത വാഹനങ്ങളെ സർക്കാർ രജിസ്ട്രിയിൽ നിന്ന് നീക്കം ചെയ്യുമെന്നാണ് അധികൃതർ അറിയിച്ചത്. രജിസ്ട്രേഷൻ പുതുക്കാനുള്ള സമയപരിധിയിൽ യാതൊരു ഇളവും ഉണ്ടാകില്ലെന്ന് ലൈസൻസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ രജിസ്ട്രേഷൻ വിഭാഗം മേധാവി ലഫ്റ്റനന്റ് കേണൽ ഫഹദ് അലി അൽ മുഹന്നദി അറിയിച്ചു. UAE-യിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ലഹരി കച്ചവടക്കാരെ നേരിടുന്നതിനും വേണ്ടി ഒരു ദേശീയ ലഹരി വിരുദ്ധ അതോറിറ്റി രൂപീകരിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഷെയ്ഖ് സായിദ് ബിൻ അഹമ്മദ് ബിൻ ഹംദാൻ അൽ നഹ്യാനാണ് അതോറിറ്റിയുടെ ചെയർമാൻ. ദുബായിൽ സുഖീം അൽ ഖുദ്റ ഇടനാഴി വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സുഖീം ടണൽ ഗതാഗതത്തിനായി തുറന്നു. ടണലിന് ഇരുവശത്തേക്കും 4 വരിപ്പാതകളുണ്ട്. നീളം 800 മീറ്ററാണ്. അൽകെയിൽ റോഡ് ഇന്റർസെക്ഷനിൽ നിന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ഇന്റർസെക്ഷനിലേക്ക് വേഗത്തിലെത്താൻ ഈ ടണൽ സഹായിക്കുന്നു. റിയാദ് മെട്രോ സംവിധാനത്തിന് അനുബന്ധമായി പുതിയ ബസ് സർവീസുകൾ ആരംഭിച്ചു. 3 പുതിയ ബസ് റൂട്ടുകളാണ് ആരംഭിച്ചത്. റൂട്ട് 954, റൂട്ട് 956, റൂട്ട് 957, റൂട്ട് 954 മെട്രോയുടെ ഓറഞ്ച് പർപ്പിൾ ലൈനുകളിലെ അൽ നസീം സ്റ്റേഷനിലേക്കും റൂട്ട് 956, 957 എന്നിവ ഓറഞ്ച് ലൈനിലെ ഹസൻ ബിൻ താബിത് സ്ട്രീറ്റ് സ്റ്റേഷനിലേക്കും സർവീസ് നടത്തും. സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും കസ്റ്റംസ് പരിശോധന കർശനമാക്കി. ഇറക്കുമതി കയറ്റുമതി മേഖലകളിലൂടെയുള്ള അനധികൃത ഇടപാടുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നടപടി. ഒരാഴ്ചക്കിടെ 1500-ലധികം കള്ളക്കടത്ത് ശ്രമങ്ങളാണ് അധികൃതർ തടഞ്ഞത്. മയക്കുമരുന്ന്, ആയുധങ്ങൾ, അനധികൃത പണം, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് പ്രധാനമായും പിടികൂടിയത്. കുവൈത്തിൽ വർദ്ധിച്ചുവരുന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആയുധ നിയമങ്ങളിൽ മാറ്റം വരുത്തി. തെരുവ് ഗുണ്ടായിസം ചെറുക്കാൻ നിലവിലുള്ള ആയുധ നിയമം പുതുക്കി. ബ്ലേഡുകൾ, എയർ ഗണ്ണുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് പൊതുജനങ്ങളെ ആക്രമിക്കുന്നത് വർദ്ധിച്ചതാണ് ഈ നിയമനിർമ്മാണത്തിന് പ്രധാന കാരണം. പുതിയ നിയമമനുസരിച്ച് ആഭ്യന്തരമന്ത്രിയുടെ ലൈസൻസ് ഇല്ലാതെ ഒരു ആയുധവും വെടിക്കോപ്പുകളും കൈവശം വെക്കാനോ വാങ്ങാനോ പാടില്ല. സൗദി അറേബ്യയിൽ മയക്കുമരുന്ന് കടത്തിയതിന് 2 മലയാളികൾ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായി. ഉംറ വിസയിൽ തായ്ലാന്റ് വഴി എത്തിയ കോഴിക്കോട് സ്വദേശി 3 കിലോഗ്രാം ഹാഷിഷുമായി ദമാമിലാണ് പിടിയിലായത്. ഇയാളെ സ്വീകരിക്കാൻ കാത്തുനിന്ന 4 പേരെയും സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ പ്രവാസികൾ മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടുന്നതിൽ സൗദിയിൽ ആശങ്ക വർദ്ധിച്ചു വരുന്നു. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ